ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും നമ്മൾ. ഓക്കെ, കൺട്രോൾ സ്ട്രക്ചറിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ദ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൂടെ പറയുന്നുണ്ട്. എ സെഗ്മെൻറ്റ് ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് റിപ്പീറ്റ്ലി ഈസ് കോൾഡ് ആസ് എ ലൂപ്പ്. അതായത് ഒരു പ്രോഗ്രാം ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സം പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ഹാസ് ടു ബി സ്പെസിഫൈഡ് സെവറൽ നമ്പർ ഓഫ് ടൈംസ് അൺടിൽ എ പെർട്ടിക്കുലർ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ചില പോർഷൻസ്, പ്രോഗ്രാമിൻ്റെ ചില പോർഷൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സച്ച് റിപ്പീറ്റേറ്റീവ് ഓപ്പറേഷൻ ഈസ് ഡൺ ത്രൂ എ ലൂപ്പ് സ്ട്രക്ചർ. അങ്ങനെയുള്ള റിപ്പീറ്റേറ്റീവ്, അതായത് ഒരു പെർട്ടിക്കുലർ പോർഷനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യണം അല്ലേ. സോ അങ്ങനെ ആ റിപ്പീറ്റേറ്റീവ് സ്ട്രക്ചറിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ഓപ്പറേഷൻ ഡൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ത്, ലൂപ്പ് സ്ട്രക്ചർ. ദ ത്രീ മെത്തേഡ്സ് ബൈ വിച്ച് യു ക്യാൻ റിപ്പീറ്റ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം. നമ്മൾ ഈ പാർട്ട് ഓഫ് പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് വൈൽ ലൂപ്പാണ്. ദ അതർ ഈസ് ഡു വൈൽ ലൂപ്പ്. ദ തേർഡ് വൺ ഇറ്റ് ഈസ് ഫോർ ലൂപ്പ്. ഓക്കെ, ദ ലൂപ്പ് ജനറലി കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഇപ്പം 3 ടൈപ്സ് ആണ്. ഒന്ന് വൈൽ ഉണ്ട്, ഡു വൈൽ ഉണ്ട്, ഫോർ ഉണ്ട്. ഓക്കെ, സാധാരണ ഒരു ലൂപ്പ് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനുണ്ടാവേണ്ട 2 മെയിൻ പാർട്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് കൺട്രോൾ എക്സ്പ്രഷൻ. വൺ ഓർ മോർ കൺട്രോൾ എക്സ്പ്രഷൻ വിച്ച് കൺട്രോൾ ദ എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ്. അതായത് ഒരു ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അവിടെ എന്തെങ്കിലും ഒരു കൺട്രോൾ വേണം അല്ലേ. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അത് ടെർമിനേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്നാൽ ഇൻഫൈനൈറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. സോ ഒരിക്കലും ഒരു ഇൻഫൈനൈറ്റ് എക്സിക്യൂഷൻ പാടില്ല. സോ അവിടെ ഒരു കൺട്രോൾ സ്ട്രക്ചർ അവിടെ അല്ലെങ്കിൽ കൺട്രോൾ എക്സ്പ്രഷൻ അവിടെ മസ്റ്റാണ്. അങ്ങനെ ഒരു കൺട്രോൾ എക്സ്പ്രഷൻ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ആ പ്രോഗ്രാം ആ ലൂപ്പിൽ തന്നെ ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്ത് വെക്കും. ബാക്കി അതിൻ്റെ ബാക്കിയുള്ള പാർട്സ്, ആ പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള പാർട്സ് എന്താവില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. സോ അവിടെ ഒരു കൺട്രോൾ എക്സ്പ്രഷൻ മസ്റ്റായിട്ട് വേണം. ദെൻ ബോഡി, അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്തെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനൊരു ബോഡി വേണം. സോ ആ ബോഡി നമുക്ക് മസ്റ്റാണ്. വിച്ച് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് എക്സിക്യൂട്ടഡ് ഓവർ ആൻഡ് ഓവർ. മീൻസ് നമ്മളൊരു എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സോ അതാണ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, എനി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. യെസ്, ഏതൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, അത് വൈലായിക്കോട്ടെ, ഡു വൈലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ആയിക്കോട്ടെ, അതിനുണ്ടാകുന്ന 3 സ്റ്റെപ്സാണ് പറയുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ആവേണ്ട 3 സ്റ്റെപ്സ്, അതിനകത്ത് ഇൻക്ലൂഡ് ആവേണ്ട 4 സ്റ്റെപ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവേണ്ടത്, ഒരു ലൂപ്പിൽ ഇൻക്ലൂഡ് ആവേണ്ട എന്തൊക്കെ സ്റ്റെപ്സാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇനീഷ്യലൈസേഷൻ ഓഫ് കണ്ടീഷൻ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ. സോ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ അതിൻ്റെ സിൻടാക്സും അതിൻ്റെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ഓഫ് കണ്ടീഷൻ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ, ടെസ്റ്റ് ദ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇനീഷ്യലൈസേഷൻ വേണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണം. അതിനൊരു ടെസ്റ്റ് ദ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ആ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഒരു കണ്ടീഷൻ വേണം. ദെൻ എക്സിക്യൂട്ടിങ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ. യെസ്, നമ്മൾ ആ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ബോഡി വേണം. ആ ബോഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, അപ്ഡേറ്റിംഗ് ദ കണ്ടീഷൻ വേരിയബിൾ. ആ ഇനീഷ്യലൈസ് ചെയ്ത കണ്ടീഷൻ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഇറ്ററേഷൻ എന്ത് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടെ വേണം. സോ 4 സ്റ്റെപ്പാണ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടുന്നത്, മസ്റ്റായിട്ട് വേണ്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ. നെക്സ്റ്റ് അതിൻ്റെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാം. തേർഡ്, അതിൻ്റെ ബോഡി എന്ത് ചെയ്യണം, എക്സിക്യൂട്ടിൻ്റെ ബോഡി വേണം. ഫോർത്ത്, ആ കണ്ടീഷൻ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വൈൽ ലൂപ്പ് ഹാസ് 1 കൺട്രോൾ എക്സ്പ്രഷൻ. വൈൽ ലൂപ്പിൻ്റെ അത് വൈൽ പാരൻതസിൻ്റെ ഉള്ളിൽ ഒരു കൺട്രോൾ എക്സ്പ്രഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആൻഡ് എക്സിക്യൂട്ട് ആസ് ലോങ് ആസ് ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ. സോ വൈൽ ലൂപ്പ് എന്ന വൈൽ അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ഒരു കണ്ടീഷൻ കൊടുക്കും, ഒരു എക്സ്പ്രഷൻ കൊടുക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യും,
ആ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ നമ്മൾ ആ കൊടുത്ത കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ചെയ്യുന്നത് അപ്പം എന്തേക്കും അതിൻ്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ ഇനി നമുക്കതിന് ജനറൽ സിൻടാക്സ്, ഒരു ലൂപ്പിൻ്റെ ഒരു വയൽ ലൂപ്പിൻ്റെ ഒരു ജനറൽ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണം ഇനീഷ്യലൈസ് ലൂപ്പ് കൗണ്ടർ. ഫസ്റ്റ് നമ്മൾ ലൂപ്പ് കൗണ്ടറിനെ ഇനീഷ്യലൈസ് ചെയ്യണം, സെമിക്കോളൻ, ദെൻ വൈൽ, ദെൻ പാരന്തസിസിനുള്ളിൽ അതിൻ്റെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റോ ഉണ്ടാവും. അത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് എസ് ബ്രാക്കറ്റിലാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ദ ലൂപ്പ് കൗണ്ടർ. നമ്മൾ ഈ കൊടുത്ത ലൂപ്പ് കൗണ്ടറിന് ഫസ്റ്റ് നമ്മളവിടെ മുകളിൽ ഒരു ലൂപ്പ് കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്തില്ലേ, ആ ഇനീഷ്യലൈസ് ചെയ്ത ലൂപ്പ് കൗണ്ടറിന് ഒന്നിക്കൽ ഇൻക്രിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുക. അതിനെല്ലാം അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ. സോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, ഒന്നിക്കൽ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എ വൈൽ ലൂപ്പ് ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട്, ദെൻ ഇനീഷ്യലൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ലൂപ്പ് കൗണ്ടറിനെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനീഷ്യലൈസ് ചെയ്ത പാട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻ, അത് വയലിൻ്റെ അകത്തുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തു. സോ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇവിടത്തേക്ക് പോകും, ആ ലൂപ്പിൻ്റെ ബോഡിയിലേക്ക് പോകും. ഓക്കെ, ട്രൂ ആണെങ്കിൽ ബോഡിയിലേക്ക് പോയി ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ ആ കൊടുത്ത ഇനീഷ്യലൈസ് ചെയ്ത ആ ലൂപ്പ് കൗണ്ടർ എന്ത് ചെയ്യും, ഒന്നിക്കൽ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. സോ അതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബോഡീൻ്റെ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് ചെയ്യും, എഗെയിൻ ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. സോ എപ്പോഴാണ് ആ എക്സിക്യൂഷൻ, അതായത് ആ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക, എപ്പോഴാണോ നമ്മൾ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത്. സോ കണ്ടീഷൻ ഫോൾസ് ആയാലും എവിടത്തേക്കും ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ദെൻ നമുക്ക് എന്ത് ചെയ്യും, ഒരു എക്സാമ്പിൾ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h void main int I ക്ലിയർ സ്ക്രീൻ. ഫസ്റ്റ് I = 0, അതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. I = 0 എന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പ് കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ വൈൽ ലൂപ്പ് എടുത്തു, വൈൽ കണ്ടീഷൻ കൊടുത്തു. I എന്ന് പറയുന്നത് ഒന്നിക്കൽ 10നോട് ലെസ് ആവണം അല്ലെങ്കിൽ 10നോട് ഈക്വൽ ആവണം. പ്രിൻറ്റ് ഓഫ് ദ വാല്യൂ I വാല്യൂ ഈസ് പറഞ്ഞിട്ട് എന്താണോ I വാല്യൂ അത് പ്രിൻറ്റ് ചെയ്യണം, I ++, അതായത് നമ്മൾ ഈ കൊടുത്ത ഐന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ഗെറ്റ് CH. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് വരുക, ഫസ്റ്റ് 0 ഇതാക്കി 0 ചെക്ക് ചെയ്യും. 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാനോ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്തു. സോ 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാനോ ഈക്വൽ ടു 10 ആണ്. അപ്പോഴെന്ത് ചെയ്യും, 0 എന്ത് ചെയ്യും, 0 പ്രിൻറ്റ് ചെയ്യും. ദ I വാല്യൂ ഈസ് എന്നിട്ട് 0 പ്രിൻറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ആ 0നെ ഇൻക്രിമെൻറ്റ് ചെയ്യും. 0 + 1 അത് 1 ആവും. സോ 1 ചെക്ക് ചെയ്യും, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. യെസ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ദ I വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് 1 എന്ന് വരും. ദെൻ അഗൈൻ ഇൻക്രിമെൻറ്റ് 2 വരും. അതുപോലെ തന്നെ 10 വരും. 1 to 10 വരെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യും, 10നെ ഇൻക്രിമെൻറ്റ് ചെയ്യും. 10നെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 11 കിട്ടും. 11 നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇനീഷ്യലൈസേഷൻ ഒറ്റൊരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യലും കേട്ടോ. ദെൻ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിന് ഇൻക്രിമെൻറ്റ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 വന്നു. 10 ഓക്കെ, അതിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ദെൻ ദ I വാല്യൂ ഈസ് 10 എന്നിട്ട് വരും. ദെൻ 10നെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എത്ര വരും, 11 വരും. 11 ചെക്ക് ചെയ്യും, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, അല്ല. ദെൻ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് പ്രിൻറ്റ് ചെയ്ത് വരും, നമ്മളെ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് 1 to 10 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഔട്ട്പുട്ട്. സോ ഇതേ മാനറിൽ തന്നെയാണ് നെക്സ്റ്റ് പ്രോഗ്രാം. ഇവിടെ എന്താണ്, I = 1 ആണ് ഇനീഷ്യലൈസ് ചെയ്തത്. അതുപോലെ തന്നെ സം = 0, രണ്ട് ഇനീഷ്യലൈസേഷൻ വരുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ, ആണ്. ദെൻ സം =
0, അതായത് സമ്മിൻ്റെ വാല്യൂ 0, 0 പ്ലസ് 1 വരും. അപ്പോൾ 1 എന്ന് വരും. ഓക്കെ, ദെൻ the sum value is known to percentage t I. അതായത് സം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വരെ വരും? 10 വരെ വരും അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 1 സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് സീരീസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അതെങ്ങനെയാണ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ 2 പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് മറ്റേതൊക്കെ വരുന്നത്. ഓക്കെ, സോ സമ്മേഷൻ ഓഫ് ദ സീരീസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും ഇതിനടുത്തത് വരിക. ഓക്കെ, ഇതുപോലെ തന്നെ ഈ 2 പ്രോഗ്രാമും ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്കത് നോക്കിയിട്ട് ഏതെങ്കിലും പോർഷൻസ് തിരിയാണ്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ചോദിക്കോട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡു വൈൽ ലൂപ്പിലേക്ക് കിടക്കാം. ദ ബോഡി ഓഫ് ദ ലൂപ്പ് may not be executed if the condition is not satisfied in while loop. അല്ലേ, ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, ദെൻ വൈൽ ലൂപ്പിലേക്ക് പോയി. ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തത് ഇപ്പം ആ വൈൽ ലൂപ്പ് ഇപ്പം ഇൻ കേസ് നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്നാൽ ആ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യൂല. അല്ലേ, സിൻസ് ദ ടെസ്റ്റ് ഈസ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൂപ്പ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ബ്രേസസ് വിൽ ബി ഓൾവേസ് be executed at least once. But do while the loopil എന്താണ് ഉണ്ടാവുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് മറ്റേ വൈൽ ലൂപ്പിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് ഡു വൈലിൻ്റെ കേസിൽ ഫസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഇൻ കേസ് ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ഓക്കെ, ഇൻ കേസ് ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്കെന്ത് കിട്ടും, അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പിന്നെ വൈലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ബട്ട് മറ്റേ കേസ് വൈലിൻ്റെ കേസിൽ എന്താണ്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും അത് എക്സിക്യൂട്ട് ചെയ്യൂല. ഓക്കെ, okay, the statement in the braces are executed repeatedly as long as the expression in the parenthesis is true. Yes, ആ ബ്രേസിൽ അതായത് ഇനി നമ്മൾ എന്ത് ഒരിക്കൽ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടോ നമ്മളെ കണ്ടീഷൻ ട്രൂ ആകുന്ന വരെ എന്ത് ചെയ്യും, ആ എക്സിക്യൂഷൻ ആ ബ്രേസിൻ്റെ ഉള്ള എക്സിക്യൂഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് എന്ന് കരുതാതെ സ്റ്റോപ്പ് ചെയ്യും. മേക്ക് എ നോട്ട് ദാറ്റ് ഡു വൈൽ എൻഡ്സ് ഇൻ എ സെമി കോളൻ. ഡു വൈൽ എന്ന് പറയുന്നത് ഒരു സെമി കോളൻ. നമ്മൾ നേരത്തെ വൈൽ ലൂപ്പ് എഴുതി, കണ്ടീഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് ഇത് പാരന്റീസ് എടുത്തു അല്ലേ. സോ ബട്ട് ഡു വൈൽ ഡു വൈലിൽ വൈൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സെമി കോളം വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. വൈലിൽ എന്താണ്, വൈലിൻ്റെ കേസിൽ നമ്മളൊരിക്കലും സെമി കോളം വെച്ചിട്ട് എൻഡ് ചെയ്യില്ല. സെമി കോളം വെച്ചിട്ട് എൻഡ് ചെയ്താൽ എന്തായിരിക്കും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യില്ലല്ലോ. ബട്ട് ഡു വൈലിൻ്റെ അകത്ത് വൈൽ എപ്പം ഒരു സെമി കോളം വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുക. നോട്ട് ദാറ്റ് ഡു വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഡു വൈൽ എക്സിറ്റ് കൺട്രോളും വൈൽ എൻട്രി കൺട്രോളുമാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ സ്റ്റാർട്ട്, ഇനീഷ്യലൈസ് ചെയ്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ആ ലൂപ്പ് ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ദെൻ ടെസ്റ്റ് കണ്ടീഷൻ പിന്നെ ട്രൂ ആണെങ്കിൽ എഗെയിൻ നമ്മൾ ആ ലൂപ്പ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പോയിട്ട് പോകും. സോ ടിൽ എങ്ങനെയാണ് ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട്, ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. ഫോൾസ് ആണെങ്കിൽ എന്താ, അതിൻ്റെ അന്ന് എക്സിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. മറ്റേന്നാ ആ ലൂപ്പിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വൈലിന് എന്ത് ചെയ്യണം, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്.
difference between while loop and do while loop. While loop. The while loop tests the condition before each iteration. While loop എന്നാൽ ഓരോ ഐറ്ററേഷന് മുന്നേ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ഡു വൈൽ ആണെങ്കിലോ ടെസ്റ്റ് ദ കണ്ടീഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് ഐറ്ററേഷൻ. കണ്ടീഷൻ എപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഐറ്ററേഷൻ എന്തായാലും ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തെയുള്ളൂ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇഫ് ദ കണ്ടീഷൻ ഫെയിൽസ് initially, the loop is skipped entirely even in the first iteration. Yes, ഫസ്റ്റ് തന്നെ നമ്മൾ ആ കൊടുത്ത കണ്ടീഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ വൈൽ ലൂപ്പിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ആ ലൂപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും എക്സിറ്റ് ചെയ്യും. ബട്ട് ഇവിടെ എന്നാ ഈവൻ കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത ഫസ്റ്റ് തന്നെ ആ കണ്ടീഷൻ ഫെയിൽ ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം എന്തായാലും അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. print the I values. I values print ചെയ്യാൻ പറ്റും. hash include stdio.h void main int I clear screen I is equal to 0. ഓക്കെ, do I 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു ചെക്ക് ചെയ്യേണ്ട I is equal to 0. print I value എന്ന 0 എന്ന് പ്രിൻറ്റ് ചെയ്തു. ദെൻ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്തു 1i. 1നെ ചെക്ക് ചെയ്യുക ചെയ്യുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ. യെസ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ദെൻ നമ്മൾ എന്ത് എഗെയിൻ ചെയ്തു. അപ്പോൾ 0 1 2 10 വരെ നമുക്ക് കിട്ടും. 0 1 2 3 10 വരെ നമുക്ക് എന്ത് കിട്ടും ഔട്ട്പുട്ട് കിട്ടും. നെക്സ്റ്റ് പ്രോഗ്രാം ചെക്ക് ചെയ്യാം. void main int I clear screen I is equal to 11. നമ്മൾ എന്ത് ചെയ്തു ഇവിടെ I is equal to 0 വന്നിട്ട് I 11 ആണ്. I 11 എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ദ I വാല്യൂ ഇസ് 11 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തു തന്നു. ദെൻ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്തു. I എന്ന് പറയുന്നത് 12i. 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ. അല്ല. ദെൻ എക്സിറ്റ് ചെയ്യും. ബട്ട് അവിടെ എന്ത് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ 11 എടുത്താലും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, 10 അല്ല. സോ ബട്ട് എങ്ങനെ വന്നാലും ആ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ അത് മാറ്റർ ചെയ്യുന്നില്ല. ഫസ്റ്റ് എന്ത് ചെയ്യും ഒരു ഐറ്ററേഷൻ എന്തായാലും എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, 11 എന്തായാലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. 11 അവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. 11 ജസ്റ്റ് ദ I വാല്യൂസ് എന്നിട്ട് 11 എന്നിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്ത് തരും. ദെൻ അത് എക്സിക്യൂട്ട്, അതായത് ആ ഡൂവിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്, അതായത് ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്തതിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈൽ ലൂപ്പിനെ ചെക്ക് ചെയ്യുന്നത്. സോ 12 12 is than or equal to 10 false, then അതിൻ്റെ അകത്ത് എക്സിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ വരുന്നതാണ് ഫോർ ലൂപ്പ്. ദ ഫോർ ലൂപ്പ് ഈസ് another repetitive control structure and is used to execute set of instruction repeatedly until the condition becomes false. ഇനി ഇതുപോലെ തന്നെ ഐറ്ററേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പ്, അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. എത്ര വരെ? നമ്മൾ ആ കൊടുത്ത കണ്ടീഷൻസ് ഫോൾസ് ആവുന്നത് വരെ. To set up an initial condition and then modify some value to perform such succeeding loop as long as some condition is true. Yes, നമ്മൾ അതിൻ്റെ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മീൻസ് എപ്പോഴാണോ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ദെൻ ആ ഫോർ ലൂപ്പിൻ്റെ ഒന്നും എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഫോർ expression 1 semicolon, expression 2 semicolon, expression 3, then body of the loop. സോ 4 എന്നാണ് പാരൻസിൻ്റെ ഉള്ളിൽ 3 എക്സ്പ്രഷൻ കൊടുക്കണം. എക്സ്പ്രഷൻ 1 എന്തിനാ ഇതാക്കുന്നത്? ഇനീഷ്യൽ കണ്ടീഷൻ. എല്ലാറ്റിനും വേണം ഇനീഷ്യൽ കണ്ടീഷൻ അല്ലേ. വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലും ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്താണ് കൊടുക്കുന്നത്. സോ ഫോർ ലൂപ്പിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്യും. ദെൻ എന്താ ടെസ്റ്റ് കണ്ടീഷൻ സെറ്റപ്പ് ചെയ്യും. ഓക്കെ, കണ്ടീഷനിൽ ആ കണ്ടീഷൻ എക്സ്പ്രഷൻ 2 എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? നമ്മളെ കണ്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ്പ്രഷൻ 2 ടെസ്റ്റ് വെദർ അനദർ ട്രിപ്പ് ത്രൂ ദ ലൂപ്പ് ഷുഡ് ബി ടേക്കൺ. ദെൻ തേർഡോ എക്സ്പ്രഷൻ 3 ഇതാക്കുന്നത് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ. എക്സ്പ്രഷൻ 3 ഇതാക്കുന്നത് ആ നമ്മളെ ഇനീഷ്യൽ കണ്ടീഷനെ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യുന്നത്. ഓക്കെ, മറ്റേടൊക്കെ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യും, ദെൻ കണ്ടീഷൻ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ചെയ്യും, ദെൻ ആ വൈൽ ലൂപ്പിൻ്റെ പാരൻസിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റോ ചെയ്യണം. ബട്ട് ഫോർ ലൂപ്പിൽ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സിൽ എല്ലാം ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. എക്സ്പ്രഷൻ 1 സെമിക്കോളൻ, എക്സ്പ്രഷൻ 2 സെമിക്കോളൻ, എക്സ്പ്രഷൻ 3. അത് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെ ഉള്ളിൽ ആ ബോഡി ഓഫ് ദ ലൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഓക്കെ, അതിൻ്റെ ഡയഗ്രാമാറ്റിക് representation. Start, then initial condition, initialize, then test condition, increment or decrement. അത് കഴിഞ്ഞിട്ട് body of the loop. Body of the loop true ആണെങ്കിൽ again നമ്മളത് execute, means body of the loop കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, again നമ്മൾ എന്ത് ചെയ്യും, incrementോ decrementോ ചെയ്യുമ്പോൾ then condition test ചെയ്യും. condition test ചെയ്തിട്ടാകുമ്പോൾ false ആണെങ്കിൽ എന്ത് ചെയ്യും, stop ചെയ്യും. സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ആ ഇനീഷ്യലൈസ് ചെയ്ത ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ നമ്മൾ ടെസ്റ്റ് കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നേരെ എവിടത്തേക്കാണ് പോകുന്നത്, ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ 3യിലേക്കാണ് പോകുന്നത്. അവിടെ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്തിട്ടാണ് ഇനി എന്ത് എവിടത്തേക്ക് വരുന്നത്, ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരുന്നത്. ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ എവിടത്തേക്ക് പോകും, ബോഡി ഓഫ് ദ ലൂപ്പ്. എക്സിക്യൂഷനൊക്കെ എന്താണ്, ഡു വൈൽ ലൂപ്പിനകത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് ഇനീഷ്യലൈസ് ഒറ്റയ്ക്ക് ചെയ്യലു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിൽ പോകും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എടുത്തേക്ക് പോകുന്നത് നേരെ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യാൻ പോകും. ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യാൻ പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യും, എഗെയിൻ ടെസ്റ്റ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് അതിൻ്റെ അതായത് എക്സിക്യൂഷൻ്റെ പ്രവർത്തനമൊക്കെ എന്താണ് സെയിം തന്നെയാണ്, ഡു വൈലും വയൽ ലൂപ്പിലും ചെയ്ത പോലെ തന്നെ, സോറി വയലിൻ്റെ അകത്തുള്ള പോലെ തന്നെയാണ് വരുന്നത്. ഡു വയലല്ല, വയലിൻ്റെ അകത്തുള്ള വയൽ പോലെ തന്നെ അതിൻ്റെ എക്സിക്യൂഷനൊക്കെ വരുന്നത്. ബട്ട് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. ദ ഗിവൺ എക്സാമ്പിൾ വിൽ പ്രിന്റ് ദ വാല്യൂ ഫ്രം 1 to 10. ഹാഷ് ഇൻക്ലൂഡ് stdio.h, void main. ഫസ്റ്റ് എന്നാ ഫോർ ലൂപ്പ് എഴുതിയ ഫോർ i is equal to 1, ഓക്കെ, സെമിക്കോളൻ i less than or equal to 10, സെമിക്കോളൻ i plus plus. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, i 1 ആണ് എടുത്ത്, ദെൻ ഫസ്റ്റ് i is equal to 1 അത് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ആ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് i is 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അഗെയിൻ എവിടത്തേക്ക് പോകും, ഫോർ ലൂപ്പിൻ്റെ ഇൻക്രിമെൻറ്റിലേക്ക് പോകും, i പ്ലസ് പ്ലസിലേക്ക് പോകും. സോ 1 എന്നുള്ള 2 ആവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. 10 ആണെങ്കിൽ അഗെയിൻ നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് i is equal to 2 എന്ന് പറഞ്ഞിട്ട് വരും, i is 2 എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ ഇനി എവിടത്തേക്ക് പോകും, i പ്ലസ് പ്ലസ്, അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഈ 2ന് ഇൻക്രിമെൻറ്റ് 3 വരും. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. സോ ടിൽ എത്ര വരെ വരും, 10 വരെ വരും. 11 വരുമ്പോൾ ടെസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്യും, ഫോൾസ് വരും. അവിടുന്ന് ഫോർ ലൂപ്പ് മീൻസ് എക്സിറ്റ് ചെയ്യും. There is no need of braces for a single line of statement and for multiple line it is essential, else it will consider only next line of for loop. ഓക്കെ, ബ്രേസസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ബ്രേസ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഗിവൺ എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ്റെ വരുന്നത്. സോ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സിക്യൂഷനും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവേണ്ടി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ചോദിക്കാം. ഓക്കെ, ഇനി അഡീഷൻ ഫീച്ചേഴ്സ് ഓഫ് ഫോർ ലൂപ്പിൻ്റെ അഡീഷൻ ഫീച്ചേഴ്സ്. കേസ് 1, ദ സ്റ്റേറ്റ്മെൻറ്റ് p is equal to 1, സെമിക്കോളൻ, for n is equal to 0 n less than 17 plus n. സോ നമ്മളിവിടെ രണ്ട് ഇനീഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം, ഫോർ p is equal to 1, n is equal to 0, സെമിക്കോളൻ, n ലെസ് ദാൻ 17 പ്ലസ്, അത് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ പ്ലസ് n ഇങ്ങനെ എഴുതാം. അതായത് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത് ഒന്ന് മീൻസ് ഒരു കണ്ടീഷൻ വേരിയബിൾ മാത്രം ഇനീഷ്യലൈസ് ചെയ്യണമെന്നൊന്നുമില്ല, ഒന്നിലധികം കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇനീഷ്യലൈസ് ചെയ്യാം, നോ പ്രോബ്ലം. അത് ഫോറിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ, ഫോറിൻ്റെ പാരന്തസിൻ്റെ ഉള്ളിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ കേസ് 2,
The second feature is that the test condition may have any compound relation. Yes, ടെസ്റ്റ് കണ്ടീഷൻ്റെ അകത്ത് മീൻസ് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടാവൂ എന്നൊന്നുമില്ല. കോമ്പൗണ്ട് കണ്ടീഷൻസ് ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദ ടെസ്റ്റിംഗ് നീഡ് ടു ബി ലിമിറ്റഡ് ഓൺലി ടു ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. സം ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തു. അത് വേണമെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 സെമിക്കോളൻ ഐ ലെസ് ദാൻ 20 ആൻഡ് ഐ എന്ന് പറയുന്നത് 20നെക്കാട്ടി ലെസ്സാണ് പോരാത്ത. ആൻഡ് സം, അതിൻ്റെ സമ്മ് എന്ന് ലെസ് ദാൻ 100 ആയിരിക്കണം. മീൻസ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് കണ്ടീഷൻ കൊടുക്കാം, കുഴപ്പമില്ല, എററൊന്നും ഉണ്ടാവില്ല. ദെൻ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ്, ദെൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു കോമ്പൗണ്ട് കണ്ടീഷനായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ കണ്ടീഷനായിട്ടോ കൊടുക്കാം, നോ പ്രോബ്ലം. Then case 3. It also permissible to use expression in the assignment statements of initialization and increment section. Yes, initialization സെക്ഷനും ഇൻക്രിമെൻറ്റ് സെക്ഷനിലും നമുക്ക് വേണമെങ്കിൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. മീൻസ് ഐ സി കൊടുത്ത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, എക്സ്പ്രഷൻസ് വേണമെങ്കിലും അലൗഡ് ആണ്. ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുന്നൊന്നുമില്ല, അവിടെയും നമുക്ക് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടില്ല. ഫോർ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല എക്സ് ഈക്വൽ ടു എം പ്ലസ് എൻ ഡിവൈഡ് ബൈ 2, അതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഓക്കെ, കോളൻ പിന്നെ ടെസ്റ്റ് കണ്ടീഷൻ. ദെൻ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്നുള്ള എക്സ് ഈക്വൽ ടു എക്സ് ബൈ 2 അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എററൊന്നും വരില്ല. അങ്ങനെയും കൊടുക്കാം, എക്സ്പ്രഷനായിട്ടും കൊടുക്കാം. ദെൻ കേസ് 4 പറയുന്നത് അനദർ യുണീക്ക് ആസ്പെക്ട് ഓഫ് for loop is that one or more sections can be omitted if necessary. നമുക്കിപ്പം അതേ സിൻടാക്സിലാണ് കൊടുക്കണമെന്നൊന്നുമില്ല, ഒന്നിലധികം സെക്ഷൻസ് നമുക്ക് ഒമിറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ 4ൻ്റെ പാരൻസിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണമെന്നില്ല, അത് ഫസ്റ്റ് കൊടുത്തു. M=5 എന്നിട്ട് ഇനീഷ്യലൈസേഷൻ എന്ത് ചെയ്തു, 4ൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് അതിൻ്റെ മുകളിൽ കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സ്പേസ് വേണേ, കോളൻ മീൻസ് അവിടെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു കോളൻ വേണം, ആ കോളൻ എന്തായാലും വേണം കോളൻ. ദെൻ നമ്മൾ കണ്ടീഷൻ മാത്രം അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. ദെൻ ഒരു സെമിക്കോളൻ, അതായത് 4 എക്സ്പ്രഷൻ 1 സെമിക്കോളൻ, എക്സ്പ്രഷൻ 2 സെമിക്കോളൻ, എക്സ്പ്രഷൻ 3 സെമിക്കോളൻ അല്ലേ. സോ എക്സ്പ്രഷൻ 1 എന്ന് പറഞ്ഞ ഇനീഷ്യലൈസേഷൻ നമ്മൾ മേലെ കൊടുത്തു, M=5 എന്നുള്ളത്. ബട്ട് ആ സെമിക്കോളൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം. ഓക്കെ, ദെൻ കണ്ടീഷൻ കൊടുത്തു, ദെൻ സെമിക്കോളൻ, ദെൻ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നില്ല, പകരം എന്ത് കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് കൊടുത്തു. ഇങ്ങനെയും കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, both the initialization and increment sections are omitted in the for loop statement. The initialization has been done before the for loop and the control variable is incremented inside the loop. Okay, initialization for loopന് മുന്നേ, പിന്നെ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം. In such cases the section are left blank, ആ സെക്ഷൻ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആയിട്ട് ലെഫ്റ്റ് ചെയ്യും. However, the semicolon separating the section must remain. Yes, ആ സെക്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെമിക്കോളൻ അവിടെ എന്തായാലും ഉണ്ടാകും, അത് ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ്, അവിടെ എറർ വരും. ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഈസ് നോട്ട് പ്രസൻറ്റ്, ദ ഫോർ ലൂപ്പ് സെറ്റ്സ് അപ്പ് ആൻഡ് ഇൻഫൈനൈറ്റ് ലൂപ്പ്. ടെസ്റ്റ് കണ്ടീഷൻ അവിടെ ഇല്ലെങ്കിൽ എന്താണ്, അവിടെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സച്ച് ലൂപ്സ് ക്യാൻ ബി ബ്രോക്കൺ യൂസിങ് ദ ബ്രേക്ക് ഓർ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ലൂപ്പ്. അങ്ങനെ ഒരു എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ടെസ്റ്റ് കണ്ടീഷൻ ഇല്ലെങ്കിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ എക്സിക്യൂട്ട് ചെയ്യുന്നത് നിർത്താൻ വേണ്ടി നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ദെൻ 5th ഫീച്ചർ എന്താണെന്ന് നോക്കാം. കേസ് 5. വി ക്യാൻ സെറ്റ് അപ്പ് ടൈം ഡിലേ ലൂപ്സ് യൂസിങ് നൾ സ്റ്റേറ്റ്മെൻറ്റ്. ടൈം ഡിലേ ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഫോർ j=1000. ഓക്കെ, j ലെസ് ദാൻ 0, j = j-1, അതായത് ലെസ് ദാൻ 0, 1000 ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദിസ് ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് 1000 ടൈംസ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് എനി ഔട്ട്പുട്ട്. ഇത് മാത്രം കൊടുത്താൽ അതിൻ്റെ അകത്ത് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട ബോഡി കൊടുത്തിട്ടില്ല. സോ നമ്മൾ ഇത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, ആ ഇറ്ററേഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നുമില്ല, ഔട്ട്പുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ അല്ലേ.
സോ ബോഡിയിലാണ് ഇങ്ങനെ ആക്കും. ഇത് ജസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈം ഡിലേ ഉണ്ടാക്കാനാണ്. ജസ്റ്റ് ടൈം ഡിലേ അവിടെ വരുത്താൻ വേണ്ടി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ആ ടൈം ഡിലേ വരുത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു ഔട്ട്പുട്ടും കിട്ടുന്നില്ല. നോട്ടീസ് ദാറ്റ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് കണ്ടെയ്ൻസ് ഓൺലി എ സെമിക്കോളൻ. യെസ്, ബോഡി ഓഫ് ദ ലൂപ്പിൽ എന്നാൽ ഒന്നുമില്ല, ഒരു സെമിക്കോളൻ മാത്രമേ ഉള്ളൂ. നോൺ ആസ് നൾ സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, ബോഡി ഒന്നുമില്ല. സോ അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള യെസ് നമുക്ക് എന്താ ഫോർ ലൂപ്പിന് സെമിക്കോളൻ അവിടെ ഇട്ട് വെക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ബോഡി ഓഫ് ദ ലൂപ്പിൽ ഒന്നുമില്ല, ആ 1000 വരെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. നോട്ടീസ് ദാറ്റ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് കണ്ടെയ്ൻസ് ഓൺലി സെമിക്കോളൻ. ബോഡീൻ്റെ അകത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. ബോഡി ഓഫ് ദ ലൂപ്പിൽ ഒരു സെമിക്കോളൻ മാത്രം ഇട്ട് കൊടുക്കും. സോ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ കണ്ടീഷൻ 1000 ടൈം എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ആ 1000 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് -1 വരുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ അന്ന് ഫോർ ലൂപ്പിൻ്റെ അന്ന് എക്സിറ്റ് ചെയ്യും. ഇതിന് നമ്മൾ നൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. കേസ് 6, ഫോർ j is equal to 1000 semicolon, j is equal to j less than 0 semicolon, j equal to j minus 1. This implies that C compiler will not give an error message if we place a semicolon by mistake at the end of a for statement. നമ്മൾ ഒരിക്കലും ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എൻഡിൽ എന്ത് സെമിക്കോളൻ യൂസ് ചെയ്യില്ല. ബട്ട് സെമിക്കോളൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, എറർ വരില്ല, കാരണം അതിൻ്റെ ഉള്ളിലൊന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ല. The semicolon will be considered as a null statement and the program may produce some nonsense. null statement ആയിട്ട് ഇതാക്കുമല്ലോ. അതിൻ്റെ അകത്ത് നമ്മൾ അതായത് ഫോർ ലൂപ്പിന് ശേഷം കഴിഞ്ഞ പാടിൽ സെമിക്കോളൻ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇത് മാത്രം അതിനകത്ത് ബോഡി ഇല്ലെങ്കിൽ, ബോഡി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, എറർ വരും. ദെൻ നെസ്റ്റിംഗ് ഓഫ് ഫോർ ലൂപ്പിന് നെസ്റ്റ് ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. അതായത് ഫോർ ഇനീഷ്യലൈസ് കണ്ടീഷൻ, ദെൻ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഫോർ ലൂപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ സെക്ഷനെ കുറിച്ചിട്ട് പറയാനില്ല. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാണ്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യലും, മറ്റേ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.